ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം, ഞാൻ ഷജീഷ് ചന്ദ്രൻ. ടെക്നോ ടിപ്സ് ഓറിയന് വേണ്ടി എന്നും നിങ്ങളോടൊപ്പം. ഹീറോയുടെ മാസ്ട്രോ എഡ്ജ് എന്ന വണ്ടിയിൽ പൊതുവായി കാണുന്ന ഒരു പ്രശ്നമാണ് കുറേ നാളത്തെ ഉപയോഗത്തിന് ശേഷം പെട്രോൾ ലിഡ് ഇതുപോലെ അടക്കാൻ കഴിയാത്ത അവസ്ഥ. ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ടെക്നോ ടിപ്സ് ഓറിയൻ്റെ ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ഇഗ്നിഷൻ കീ ഇടതു ഭാഗത്തേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സീറ്റ് ലോക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇനി കാണിക്കാൻ പോകുന്ന ഈ 4 10 മില്ലിമീറ്റർ ബോൾട്ടുകളൊരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഊരി മാറ്റാം. നാല് ബോൾട്ടുകളും ഊരി മാറ്റിക്കഴിഞ്ഞാൽ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ് എടുത്തു മാറ്റാനായി ധൃതി കാണിക്കരുത്. കാരണം സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ബൂട്ട് ലാമ്പിൻ്റെയും USB ചാർജറിൻ്റെയും വയറിംഗ് കണക്ടറുകൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്ന പച്ച വയറുള്ള കണക്ടർ USB ചാർജറിൻ്റേതാണ്. കണക്ടറിൻ്റെ കൂർത്ത ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഈ കണക്ടർ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഈ കാണുന്ന ബൂട്ട് ലാമ്പിൻ്റെ വയറിംഗ് കണക്ടറാണ് രണ്ടാമത്തേത്. ഈ വയറിംഗ് കണക്ടർ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമുക്ക് സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ് ഊരി മാറ്റാവുന്നതാണ്. പെട്രോൾ ലിഡ് ഓപ്പൺ ആക്കാനുള്ള കേബിൾ ഇതിലൂടെയാണ് പോയിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേബിളിൻ്റെ ഈ ഭാഗത്തായി ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം നിങ്ങൾക്ക് കാണാൻ കഴിയും. അഡ്ജസ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ ഇടത് ഭാഗത്ത് ഇവിടെ വരുന്ന അഡ്ജസ്റ്റിംഗ് വീൽ ഇതുപോലെ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ പെട്രോൾ ലിഡ് ഓപ്പൺ ആക്കാനുള്ള ഇന്നർ കേബിളിൻ്റെ ലെങ്ത് നമുക്ക് ചെറുതാക്കാനാവും. ഇതുപോലെ ഇന്നർ കേബിളിൻ്റെ നീളം കുറയ്ക്കാനായാൽ ആദ്യം നമ്മൾ സൂചിപ്പിച്ച പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനാവും. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച സെറ്റിങ്സ് മാറാതിരിക്കാനായി വലതുഭാഗത്ത് വരുന്ന ഈ അഡ്ജസ്റ്ററും ഇതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതോടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്